ഈ ഡോക്ടർ CJ റോയി എന്തിനത് ചെയ്യണം? പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ട കാരണം എന്താണ്? ഇതിന്റെ ആഴമേറിയ ഒരു ഇതിലേക്ക് നമ്മൾ പോകണം. അത് ഒന്ന് മനുഷ്യനായതുകൊണ്ടും രണ്ട് മലയാളി ആയതുകൊണ്ടും. എസ്കെൻ, ഈ ആത്മഹത്യ അങ്ങേയറ്റം ഞെട്ടിക്കുന്നതാണ്, അങ്ങേയറ്റം ഷോക്കിംഗ് ആണ്. അതിനുശേഷം വരുന്ന പ്രതികരണങ്ങളൊക്കെ ഈ CJ റോയിയുടെ ഒരു വലിയ മാനുഷികമായ പ്രവർത്തനങ്ങൾ, ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ഓരോരുത്തരായി പറയുകയാണ്. എസ്കെൻ അദ്ദേഹവുമായി വളരെ അടുത്ത ബന്ധമുള്ള ആൾ കൂടിയാണ്. എങ്ങനെയാണ് ഓർമ്മിക്കുന്നത്? എങ്ങനെയുള്ള ഒരാളായിരുന്നു CJ റോയി? ആഷ്മി, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാനിപ്പോൾ നമ്മുടെ 12K വിസ്താര സ്റ്റുഡിയോയിൽ തമ്മിലിൻ്റെ ഒരു ഫ്ലോറിൽ നിൽക്കുമ്പോഴാണ് എൻ്റെ ചെവിയിൽ നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോൾ റൂമിൽ നിന്ന് പറഞ്ഞത് ഇങ്ങനെ CJ റോയി വെടിവെച്ച് മരിച്ചു എന്ന രീതിയിൽ പറഞ്ഞത്. എനിക്ക് വിശ്വസിക്കാനായില്ല. പക്ഷേ അതൊരു ലൈവായിട്ട് റെക്കോർഡിംഗ് പോയതുകൊണ്ട് എനിക്ക് തിരിച്ചു ചോദിക്കാനും പറ്റുമായിരുന്നില്ല. എന്നാലും ഞാൻ പിന്നീട് അങ്ങോട്ട് ഏതാണ്ട് ഒരു 10-30 മിനിറ്റോളം ഈ ഡോക്ടർ CJ റോയി എന്തിനത് ചെയ്യണം, പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ട കാരണം എന്താണ്, പ്രത്യേകിച്ച് ഇപ്പോൾ IT-യുടെ ഒരു റെയ്ഡ് അവിടെ നടന്നു എന്നുള്ളത് ഞാൻ ഇപ്പോഴറിയുന്നു. ED-യുടെ അന്വേഷണം ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ IT-യുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും എനിക്കറിയില്ല, ED-യുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും എനിക്കറിയില്ല. പക്ഷേ CJ റോയി എന്ന് പറയുന്ന ഒരു വ്യക്തി അപാരമായ ധൈര്യമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം പലപ്പോഴും നമ്മൾ പരിചയപ്പെടുമ്പോഴൊക്കെ തന്നെ നമുക്ക് ചില പ്രതിസന്ധികളുണ്ടെങ്കിൽ തന്നെ അതൊക്കെ ധൈര്യമായിട്ട് നേരിടണം എന്ന് ഉപദേശിക്കുന്ന ഒരു നല്ല സുഹൃത്തായിരുന്നു CJ റോയി. അദ്ദേഹത്തിന് ഞാൻ ഈ അടുത്ത സമയത്ത് എറണാകുളത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കെട്ടിട സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഒരു പുതിയ കെട്ടിടം നമ്മുടെ എറണാകുളം സിറ്റിക്ക് നടുവിൽ വന്നിരുന്നു. അപ്പോൾ അവിടെ ഞാൻ പോയി കുറേ നേരം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ചില തമാശകളൊക്കെ പൊഴിച്ചു. അദ്ദേഹം എന്നെ മാഷെന്നാണ് അദ്ദേഹം വിളിക്കുന്നത്, ഞാനും അദ്ദേഹത്തിനെ മാഷെന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം എന്നെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല, പക്ഷേ മാഷെന്ന് വിളിച്ചൊരു സൗഹൃദമാണ് തുടങ്ങിയത്. ഈ സൗഹൃദത്തിൻ്റെ പേര് നമ്മൾ അന്വേഷിച്ച് പോയാൽ 2005 ഏഷ്യാനെറ്റ് ഐഡിയ സ്റ്റാർ സിംഗർ സംപ്രേഷണം ചെയ്യുന്ന സമയത്ത് കേരളത്തിൽ ആദ്യമായിട്ട് വിജയിക്കുന്ന ആൾ ഐഡിയ സ്റ്റാർ സിംഗറായി തിരഞ്ഞെടുക്കപ്പെടുന്ന മത്സരാർത്ഥിക്ക് 40 ലക്ഷം രൂപയുടെ ഒരു ഫ്ലാറ്റ് നൽകാം എന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്ത് അന്ന് നമ്മളെയൊക്കെ ഞെട്ടിച്ചു. നമ്മൾ ശരിക്കും കൊടുക്കാനാണോ എന്ന് വരെ ഞാൻ അദ്ദേഹത്തോട് തമാശയ്ക്ക് ചോദിച്ചിരുന്നു. കാരണം അന്ന് 40 ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് ഒരു പാട്ട് പാടുന്ന കുട്ടിക്ക് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ കേട്ടുകഴിയുള്ള സംഭവമായിരുന്നു. ഇന്നിപ്പോൾ 1 കോടിയൊക്കെ കിട്ടുന്ന കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പരിപാടിയുടെ റെക്കോർഡിങ്ങും അതുപോലെ എൻ്റെ ഫിനാലെ സംബന്ധിച്ചും ഒക്കെ ഒരുപാട് തവണ ഞാൻ അദ്ദേഹവുമായി സംവദിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ദുബായിലെ വസതിയിൽ പോയി അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഒരു ദിവസം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു തമാശ ഉണ്ടായിരുന്നു. ഏഷ്യാനെറ്റ് ഇരിക്കുമ്പോൾ തന്നെയാണ് സംഭവിച്ചത്. ഞാൻ അദ്ദേഹത്തോട് വിളിച്ച് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ അപ്രതീക്ഷിതമായ എന്തോ കാരണം കൊണ്ട് എനിക്ക് വരികയായിരുന്നു. വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളെന്തോ സാമ്പത്തികമായിട്ടൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പോയെന്നൊക്കെ ഇവിടെ ആൾക്കാർ പറയുന്നുണ്ടല്ലോ, എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാൻ തമാശയ്ക്ക് ഒരു പകുതി തമാശയ്ക്ക് ചോദിച്ചാണെങ്കിലും അദ്ദേഹത്തിൽ അത് ആഴത്തിൽ മുറിവേൽപ്പിച്ചു എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. അദ്ദേഹം ഒന്നും പറയാതെ എന്നോട് പറഞ്ഞു, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ വെച്ചു. പക്ഷേ ആവശ്യമില്ലാത്ത പരിപാടിയായി പോയല്ലോ എന്നെനിക്ക് സ്വയം ഒരു കുറ്റബോധം തോന്നി. എങ്കിലും ഞാൻ അദ്ദേഹത്തെ പിന്നീട് വിളിച്ചില്ല. ഒരു 2-3 ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഫോൺ വീണ്ടും വന്നു. നാളെ ഞാൻ എൻ്റെ ചെറിയൊരു വിമാനവുമായിട്ട് ഞാൻ കൊച്ചിയിൽ വരെ വരേണ്ട ഒരു ആവശ്യമുണ്ട്, അപ്പം ഞാൻ തിരുവനന്തപുരത്ത് വരെ വന്നാൽ അങ്ങ് എൻ്റെ കൂടെ ബാംഗ്ലൂരിന് വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കൊരു നിർബന്ധമുണ്ട്, എന്നെ പൈലറ്റിൻ്റെ അടുത്തിരിക്കണം, എനിക്ക് വിമാനത്തിൻ്റെ മുന്നിലിരുന്ന് വിമാനം എങ്ങനെ ഓടിച്ചു പോകുന്നു എന്നുള്ളത് ഒന്ന് പേഴ്സണലി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, അത് പറ്റുമോ എന്ന് ചോദിച്ചു. പിന്നെന്താ, അതൊക്കെ പറ്റും മാഷേ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നാളെ ഞാൻ റെഡി, എത്ര മണിക്ക് റെഡി ആവണമെന്ന് ചോദിച്ചപ്പോൾ ഒരു 11 മണിക്ക് റെഡിയായി നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ ഒരു 10:30 മണിയായി, പിറ്റേന്ന് രാവിലെ അന്നൊരു ശനിയാഴ്ച ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം രാവിലെ എനിക്ക് ഫോൺ ചെയ്തു. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു അത്യാവശ്യം കൊണ്ട് എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വരാൻ കഴിഞ്ഞില്ല, പക്ഷേ എൻ്റെ വിമാനം തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ കിടപ്പുണ്ട്, അപ്പോൾ താങ്കളെ കൊണ്ടുവരാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കോ? അല്ല, വിമാനത്തിൽ പൈലറ്റുമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങ് വരൂ, ഞാൻ ബാംഗ്ലൂർ എയർപോർട്ടിൽ കാത്തു നിൽക്കാം എന്ന് പറഞ്ഞു. എനിക്ക് അസ്വാഭാവികമായിട്ടൊന്നും തോന്നിയില്ല. ഞാൻ അതുകൊണ്ട് തന്നെ അവിടെ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ ചെന്നു. അപ്പോൾ എൻ്റെ അടുത്ത് അവിടെ എയർപോർട്ട് മാനേജറിൽ നിന്ന് ലെറ്റർ വാങ്ങേണ്ടതുണ്ടായിരുന്നു. ഞാൻ മാനേജർ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്തോ ചാർട്ടേഡ് ഫ്ലൈറ്റിലൊക്കെ പോകുന്നു, ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോകാൻ എന്തെങ്കിലും അത്യാവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോകുന്നു ബാംഗ്ലൂർക്ക് എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോടൊരു കള്ളം പറഞ്ഞു, ഏഷ്യാനെറ്റ് ചെയർമാൻ അയച്ച ഒരു അത്യാവശ്യ കാര്യമാണ്, അദ്ദേഹത്തിന് പോകാൻ വേണ്ടിയുള്ള ഫ്ലൈറ്റായിരുന്നു എന്ന് പറഞ്ഞു. അതിന് പകരം ഞാൻ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കള്ളം പറഞ്ഞ് അവിടെ നിന്ന് തടി തപ്പി. ഞാൻ ആ ഫ്ലൈറ്റിൽ കയറി. അത് സംഭവബഹുലമായിരുന്നു. കാരണം എന്നെ പ്രതീക്ഷിച്ച പോലെ തന്നെ മുന്നിലിരുത്തി. അപ്പോൾ ബീഹാറി ആയിട്ടുള്ളൊരു പൈലറ്റാണ്. അപ്പോൾ അദ്ദേഹമാണെങ്കിൽ എന്നോട് പറഞ്ഞു, പുള്ളി കുപ്പിയിൽ വെള്ളമൊക്കെ എടുത്ത് കുടിക്കാൻ തുടങ്ങി. എന്നിട്ട് എന്നോട് പറഞ്ഞു, അകലെ ആകാശ ചരിവിലേക്ക് നോക്കിക്കോളൂ, വല്ല വണ്ടി വരുന്നതുകൊണ്ട് എന്നോട് പറയണം എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് പേടിയായി. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു കോ പൈലറ്റ് ഉണ്ടെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ കോ പൈലറ്റല്ല, ഞാൻ മാർക്കറ്റിംഗ് മാനേജറാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ പൈലറ്റായി നിങ്ങൾക്ക് എന്തെങ്കിലും ഹൃദയസ്തംഭനം മറ്റോ ഉണ്ടായ നമ്മൾ 3 പേരും അങ്ങ് ചത്തുപോകും, അത്രയും ഉണ്ടാവും എന്നയാൾ എന്നോട് ഹിന്ദി പറഞ്ഞു.
അപ്പോൾ ഞാൻ പിന്നീടൊന്നും മിണ്ടിയില്ല. കാര്യം കോ പൈലറ്റ് ഇല്ലാതെ ഈ വിമാനം പറന്നു ബാംഗ്ലൂരിലേക്ക്. അവിടെ നേവിയുടെ ആസ്ഥാനത്തുള്ള എയർപോർട്ടിലാണത് പറന്നിറങ്ങിയത്. അവിടെ പറഞ്ഞതുപോലെ തന്നെ ചിരിച്ച് സുസ്മേരവതനായിട്ട് CJ റോയ് നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം അങ്ങനെ സാമ്പത്തികമായി പൊട്ടിപ്പൊളിഞ്ഞിട്ടില്ല എന്ന് എന്നെ ബോധ്യപ്പെടുത്തുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെ ഏഷ്യാനെറ്റിൽ ഇരിക്കുന്ന ഒരാൾ ഇതിങ്ങനെ പറയുമ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിലെങ്ങാണോ ഇത് കാണാൻ വരുമോ എന്ന് അദ്ദേഹം ചിന്തിച്ചെന്നറിയാം. എന്തായാലും അത് ആവശ്യമില്ലാത്ത ഒരു കാര്യമായിരുന്നു അദ്ദേഹം അന്ന് ചെയ്തതെന്ന് ഞാൻ പിന്നീട് അദ്ദേഹത്തോട് പറഞ്ഞു. ഞാൻ ഒരു കാര്യം കൂടി ആഷ്മി, നമ്മുടെ ടിക്കറിൽ ഇപ്പോൾ എഴുതി കാണിക്കുന്ന ഡോക്ടർ CJ റോയ് എന്നാണ്. അത് അദ്ദേഹത്തിന് എന്നും ഇഷ്ടം അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ റോയ് CJ എന്ന് കാണിക്കാനാണ്. നമ്മളും അങ്ങനെ എഴുതുന്നതായിരിക്കും നല്ലത്. ഡോക്ടർ റോയ് CJ എന്ന് എന്നെ കൊണ്ട് തന്നെ എഴുതി മാറ്റിച്ചിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ നമ്മൾ മരണാനന്തരം അദ്ദേഹത്തെക്കുറിച്ച് നല്ലൊരു സുഹൃത്തായിരുന്നു. പിന്നെ നമ്മുടെ ഫ്ലവേഴ്സിൻ്റെയൊക്കെ പല പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. മാത്രമല്ല നമ്മൾ അദ്ദേഹത്തിനെക്കുറിച്ച് കുറേ ഷോ റീലുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ വിശദാംശങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം നല്ല ധനാഢ്യനായിരുന്നു, നല്ല വ്യവസായിയായിരുന്നു, വളരെ കഠിനാധ്വാനിയായ ഒരാളായിരുന്നു. ഗൾഫ് നാടുകളിലൊക്കെ പോയി അദ്ദേഹം ബിസിനസ് ചെയ്തു. അതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഫ്ലവേഴ്സുമായിട്ട് യോജിച്ച് അദ്ദേഹം കുറേ അധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നെറ്റ്വർക്ക് വളരുന്നതൊക്കെ വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ കണ്ട ഒരു നല്ല സുഹൃത്തിൻ്റെ വിരഹമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് 56 വയസ്സ്, എന്നേക്കാൾ ഒരു 10 വയസ്സ് ഡോക്ടർ റോയ് CJക്ക് കുറവാണ് എന്ന് ഞാൻ പറയുകയാണ്. പക്ഷേ അദ്ദേഹം ഒരു അധ്യാപകൻ ആയിരുന്ന ഒരാളാണ് ഞാൻ, ഒരു മാഷായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്നെ മാഷെന്ന് വിളിക്കുമ്പോൾ ഞാൻ ചില സമയത്തൊക്കെ അറിയാതെ നിർവൃതി കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം മരിച്ചു കഴിയുമ്പോൾ ആ കുടുംബം, അദ്ദേഹത്തിൻ്റെ 2 മക്കൾ, അവരെക്കുറിച്ചൊക്കെ ഞാൻ അറിയാതെ ഓർമ്മിച്ചു പോകുന്നു. കാര്യം അകാലത്തിൽ ഇങ്ങനെ ഹസ്ബൻഡ് പോയി കഴിഞ്ഞാലുള്ള ഭാര്യയുടെ വിഷാദം, ആ മക്കളുടെ ദുഃഖം, അതൊക്കെ നമുക്ക് താങ്ങാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ കീഴിൽ ആയിരക്കണക്കിന് ആളുകളുണ്ട്. അപ്പോൾ അവരുടെ എംപ്ലോയീസ്, അവരുടെ വേദന, ഇതൊക്കെ ഞാൻ അവരുമായിട്ടൊക്കെ ഈ വേദന ഞാൻ പങ്കിടുകയാണ്. ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ എന്നും ഡോക്ടർ റോയ് CJ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. രാഹുൽ ഈശ്വർ, ഇവിടെ എന്താണ് ആ കേസിൻ്റെ ഡീറ്റെയിൽസ്? എന്തുകൊണ്ടാണ് ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡ്, എന്തുകൊണ്ടാണ് ആ സമ്മർദ്ദത്തിലേക്ക് പോയത് എന്നൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ വരട്ടെ. പക്ഷേ എന്താണ് ഒരു കാശുകാരനാവുക എന്നുള്ളത് ഒരു കുറ്റക്കാരനെ പോലെ നമ്മൾ കാണാൻ പാടില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം വളർത്തി, അതോടൊപ്പം ഒരുപാട് മനുഷ്യരെ കൂടെ ചേർത്ത് നിർത്തി, ഒരുപാട് പേരെ വളർത്തി, ഒരുപാട് കുടുംബത്തിന് അന്നം ഉണ്ടാക്കി കൊടുത്തു, ഒരുപാട് സർക്കാരുകൾക്ക്, സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ കർണാടക സർക്കാരിന്, കേന്ദ്ര സർക്കാരിന് കോടികൾ ടാക്സ് കൊടുത്ത് രാജ്യനിർമ്മാണത്തിലൊക്കെ പങ്കാളിയായ ഒരു മനുഷ്യൻ കൂടിയാണ്. അതിനെ അങ്ങനെ കൂടെ കാണണം രാഹുൽ. കറക്റ്റ്, തീർച്ചയായിട്ടും ഹാഷ്മി പറഞ്ഞാണ് കറക്റ്റ്. നേരത്തെ ശ്രീ ബൈജു കൊട്ടാരക്കര സൂചിപ്പിച്ചതുപോലെ $1 ബില്യൺ ആണ് ഇദ്ദേഹത്തിൻ്റെ അസറ്റ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ ഏകദേശം 9,000 കോടിയോ 9,100 കോടിയോ ഒക്കെ ആസ്തിയുള്ളൊരു മനുഷ്യനാണ്. ആ വ്യക്തിയെ പോലും സമ്മർദ്ദത്തിലാക്കാൻ കഴിയുന്ന രീതിയിൽ ഈ ED റെയ്ഡോ IT റെയ്ഡോ നടന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ ചിന്താവിഷയമാക്കണം. അത് വേറൊന്നും കൊണ്ടല്ല, ഇന്ന് പോലീസ് പോലും ഔദ്യോഗികമായിട്ട് ആ കോണ്ടെക്സ്റ്റ് പറയുകയുണ്ടായി. മാധ്യമങ്ങൾ മാത്രമല്ല, വളരെ ഉത്തരവാദിത്തത്തോടെ സംസാരിക്കുന്ന അവിടുത്തെ പോലീസും കൂടി വന്ന് IT റെയ്ഡുകളുടെ കാര്യം സൂചിപ്പിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എത്രമാത്രമാണ് നിയമ സംവിധാനങ്ങളുടെയും നീതിന്യായ സംവിധാനങ്ങളുടെയും ഒരു കോണ്ടെക്സ്റ്റിൽ മിസ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അറിയില്ല ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുക എന്ന് നമുക്ക് പലപ്പോഴും അറിയാം. ശ്രീനന്ദാർ സാർ പറഞ്ഞ പോലെ നമ്മളെല്ലാം പല പരിപാടികളും വെച്ച് ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. മലയാളികൾക്ക് പുതിയ അഭിമാനമാണ്. ബാംഗ്ലൂരിലടക്കമുള്ള മേഖലയിൽ ഇദ്ദേഹം വളരെ അറിയപ്പെടുന്ന റിയൽ എസ്റ്റേറ്റും ബാക്കി ഒരുപാട് കാര്യങ്ങളിലുള്ള വ്യക്തിയാണ്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പേർക്ക് സപ്പോർട്ടായിരുന്നു. പലപ്പോഴും കലാരംഗത്തും മറ്റുമൊക്കെ ഒരുപാട് സപ്പോർട്ട് കൊടുത്ത വ്യക്തിയാണ്. ഡീറ്റെയിൽസ് അറിയണം, നമ്മൾ സ്പെക്കുലേറ്റ് ചെയ്യരുത്. പക്ഷേ തീർച്ചയായിട്ടും ഇതിൻ്റെ ആഴമേറിയ ഒരു ഇതിലേക്ക് നമ്മൾ പോകണം. അത് ഒന്ന് മനുഷ്യനായതുകൊണ്ടും 2 മലയാളി ആയതുകൊണ്ടും. ഏത് മനുഷ്യനോടും നമുക്കൊരു നീതിബോധമുണ്ട്, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മുടെ മലയാളികൾക്കും അങ്ങനെയുള്ള ഒരു അഭിമാനമാണ്. 2, ദൈവത്തെ ഓർത്ത് നമ്മൾ ഈ വെൽത്ത് ക്രിയേറ്റേഴ്സ്, സമ്പത്ത് ക്രിയേറ്റ് ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എക്കോസിസ്റ്റവും നമ്മുടെ നാട്ടിൽ വേണം. പലപ്പോഴും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു എക്കോസിസ്റ്റം ഉണ്ടാകാറില്ല. സമ്പത്ത് ഉണ്ടാക്കുന്നവൻ മോശക്കാരനാണ് എന്ന ധാരണ പണ്ട് നമുക്കുണ്ടായിരുന്നു, ഇന്ന് കുറേയൊക്കെ മാറി വരികയാണ്. അപ്പോൾ ആ സമ്പത്ത് ഉണ്ടാക്കുന്ന വെൽത്ത് ക്രിയേറ്റേഴ്സ്, വെൽത്ത് ജനറേറ്റേഴ്സ് എന്നൊക്കെയാണ് പറയുക, അവരെ സപ്പോർട്ട് ചെയ്യുന്നൊരു എക്കോസിസ്റ്റവും അവരടക്കമുള്ളവർ പക്ഷേ അപമാനഭാരം കൊണ്ടായിരിക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇദ്ദേഹത്തിന് 1000 കോടി ഫൈൻ അടിച്ചാലും ഒന്നും സംഭവിക്കാൻ പോകില്ല. അപമാനഭാരമായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് കമ്മ്യൂണിറ്റിയിൽ അദ്ദേഹം ടാർണിഷ് ചെയ്യപ്പെടുമെന്ന് വിചാരിച്ചായിരിക്കാം. നമ്മുടെ ഏജൻസികൾ, ഞാൻ ഒരു ഏജൻസിയും കുറ്റം പറയുകയല്ല, പക്ഷേ കൺവിക്ഷൻ റേറ്റ് ഒക്കെ പത്തറ്റിക്കലി ലോ ആണ്. ഏതെങ്കിലും ഒരു ഏജൻസിയുടെ പേരെടുത്ത് പറയുന്നില്ല, പക്ഷേ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി അടക്കം ലോകസഭയിൽ റിട്ടേൺ റെസ്പോൺസായി പറയുന്ന ചില ഏജൻസികളുടെ കൺവിക്ഷൻ റേറ്റ്, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരോ ബിസിനസ്സുകാരോ ഒക്കെ ഇൻവോൾവ് ചെയ്യുന്ന റേറ്റുകൾ വളരെ നെഗ്ലിജിബിളി ലോ ആണ്. 1% താഴെയുള്ള കൺവിക്ഷൻ റേറ്റ് പോലും ഉണ്ട്. അപ്പം പലപ്പോഴും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി സമ്മർദ്ദതന്ത്രമായി ഒരു ബിസിനസ്സുകാരനെ വേട്ടയാടി കഴിഞ്ഞാൽ ബിസിനസ്സുകാരൻ ഏതെങ്കിലും രീതിയിൽ ഇലക്ടോറൽ ബോൺസിനോ ബാക്കി സംഭാവനകൾ വിരിക്കാനോ ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണത പലപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഈ വെൽത്ത് ക്രിയേറ്റേഴ്സിനെ ഒരു ED ഉദ്യോഗസ്ഥ നടപടിയൊക്കെ ഉണ്ട്, നമുക്കറിയില്ല, നമുക്ക് സ്പെക്കുലേറ്റ് ചെയ്യേണ്ട. പക്ഷേ
ഈ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരട്ടെ, എന്താണ് സംഭവിച്ചത് പുറത്തേക്ക് വരട്ടെ. എസ് കെ തുടരുന്നുണ്ട്. എസ് കെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു പ്രേക്ഷകൻ എഴുതുകയായിരുന്നു, സെന്റിന് കോടികൾ വിലയുള്ള ഏക്കർ കണക്കിന് സ്ഥലം സ്വന്തമായുള്ള ആളാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ്. 12,000 മുതൽ 15,000 കോടി ഒരു ആസ്തി ഇവിടെ കാര്യമൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ പല പ്രേക്ഷകരും എഴുതുന്നുണ്ട്. അപ്പോൾ നേർക്കുനേർ അദ്ദേഹത്തെ കണ്ട മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായ പ്രതിസന്ധിയുടെ ഏതെങ്കിലും ഒരു ഇപ്പോൾ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന് എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുകയാണെങ്കിൽ അത് വാർത്തയായി പോലും വരേണ്ടതാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധിയുടെ വാർത്തകളോ അങ്ങനെ ഏതെങ്കിലും ഒരു ബ്ലാക്ക് മാർക്ക് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ പേരിൽ കേട്ടിട്ടില്ലെന്ന് മാത്രമല്ല, മലയാളത്തിൻ്റെ ഒരു അഭിമാന ബ്രാൻഡായ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് മാറുകയുമായിരുന്നു. അതുകൊണ്ട് ഏതെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി ഇതിന് കാരണമാണെന്ന് കരുതുകയേ വയ്യ. കാശ്മി, ഇതിനകത്തൊരു കാര്യം നമ്മൾ അറിയേണ്ടത്, ഈ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് പോലെ തന്നെ അദ്ദേഹം വളരെ കോൺഫിഡൻ്റായ ഒരാളായിരുന്നു. അതിൽ അദ്ദേഹത്തിന് ഒരു അസാധാരണമായ ഒരു ആത്മവിശ്വാസവും ആത്മധൈര്യവും എപ്പോഴും അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. ഇപ്പം ബിസിനസ്സിൽ ഉയർച്ച താഴ്ചകളുണ്ടായാലും അതൊന്നും അദ്ദേഹത്തിൻ്റെ ലോകമല്ല. കാരണം എനിക്കറിയാവുന്നൊരു കേസ്, അദ്ദേഹത്തിൻ്റെ കർണാടകത്തിൽ നമുക്കറിയാമല്ലോ, ഒരുപാട് ഗാങ് വാറൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇദ്ദേഹത്തിൻ്റെ ലാൻഡിൻ്റെ അയലത്ത് അവിടുത്തെ ഒരു വലിയൊരു മാഫിയ കിങ് എന്നൊക്കെ പറയാവുന്ന ഒരാളുമായിട്ടൊരു അഭിപ്രായ വ്യത്യാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും അദ്ദേഹത്തോടൊക്കെ ഏറ്റുമുട്ടാൻ സാധാരണ രീതിയിൽ കേരളീയ ബന്ധമുള്ള ഒരാളൊന്നും തയ്യാറാവില്ല അവിടെ. പക്ഷെ എന്നാൽ ധീരമായി അയാളെ നേരിട്ടൊന്ന് മാത്രമല്ല, എപ്പോഴും കയ്യിൽ തോക്കും കൊണ്ടു നടന്ന് 2-3 പേരെ സെക്യൂരിറ്റിക്ക് വെച്ചിട്ട് മാസങ്ങളോളം ഡോക്ടർ റോയി നടക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ റോയി ഈ പ്രതിസന്ധികളെയൊക്കെ കടക്കാനൊക്കെ വല്ലാത്തൊരു മാനസിക ധൈര്യമുള്ള ആളാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസമൊക്കെ ചില സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലൊക്കെ ഈ കോവിഡ് കാലമൊക്കെ കഴിഞ്ഞപ്പോൾ ചില പ്രശ്നങ്ങൾ കൊണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ അടുത്ത കാലത്തായിട്ട് ഗൾഫ് നാട്ടിലേക്കൊക്കെ അദ്ദേഹം പോയി റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സൊക്കെ ആരംഭിച്ച ശേഷം ബിസിനസ്സിലൊക്കെ അദ്ദേഹം അടിവെച്ച് കയറുന്ന ഒരു സംഭവമായിരുന്നു. കേരളത്തിലുമൊക്കെ വളരെ നന്നായി ചെയ്യുന്നുണ്ട് ഇപ്പോൾ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ്. കർണാടകത്തിലും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുന്നതിൻ്റെ ഭാഗമായിട്ട് പുതിയ ചില വ്യവസായങ്ങളൊക്കെ അദ്ദേഹം സ്ഥാപിച്ചിരുന്നു ദുബായിൽ. അപ്പോൾ അദ്ദേഹത്തിന് ബിസിനസ്സിൽ സാമ്പത്തിക തകർച്ചയൊന്നും ഉള്ളതായിട്ട് എനിക്കറിയില്ല. അങ്ങനെ ഇല്ലെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം അദ്ദേഹത്തോട് ഞാൻ ഫോണിലൊക്കെ എൻ്റെ ഇടയ്ക്ക് സംസാരിച്ചിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൻ്റെ ഒരു ഗ്രാൻഡ് ഫിനാലെയിൽ അദ്ദേഹം ഈ അടുത്ത കാലം വരികയും ചെയ്തിരുന്നു. അപ്പോൾ അന്നൊക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹം വളരെ ധീരമായിട്ട്, നമുക്കിപ്പോൾ എപ്പോഴെങ്കിലും ഒരു സ്പോൺസറിങ്ങോ ഒരു ബ്രാൻഡിങ്ങോ ആവശ്യമുള്ളപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഫോൺ എടുത്ത് വിളിക്കാവുന്ന ഒരാളായിരുന്നു. എന്തിനാണെന്ന് പോലും ചോദിക്കാതെ ചിലപ്പോൾ കോൺഫിഡൻ്റ് റോയി സമ്മതിച്ചെന്ന് വരും. മാത്രമല്ല നമ്മൾ പരസ്യങ്ങൾ കൊടുത്താലും ആ പരസ്യങ്ങളൊന്നും അദ്ദേഹം ചാനൽ ഇട്ട് തീർക്കത്തുമില്ല. അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയുള്ള ആളായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതുള്ളത്, ഈ നമ്മുടെ ഈ കേരളത്തിലെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാർ പൊതുവേ അവരുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാര്യങ്ങളും കണക്കുകളുമൊക്കെ ചോദിക്കുമെന്നല്ലാതെ അവർ അനാവശ്യമായി സമ്മർദ്ദത്തിന് ആളുകളെ വിധേയമാക്കാറില്ല. അവരുടെ രീതി അങ്ങനെയാണ്. മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇൻകം ടാക്സുകാർ കുറച്ചുകൂടെ രൂക്ഷമായി പെരുമാറുമെന്നൊക്കെ പരാതി കേട്ടിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാർ പൊതുവേ അങ്ങനെയല്ല. പക്ഷേ അവർ കാര്യങ്ങൾ ഡോക്യുമെൻ്റൊക്കെ കൃത്യമായി ചോദിക്കും. അവർ കാര്യങ്ങൾ കൃത്യമായി 5-6 മാസം എടുത്ത് പഠിക്കും. പഠിച്ചതിന് ശേഷമായിരിക്കും അവർ കാര്യങ്ങൾ ചോദിക്കുക. അപ്പോൾ അക്കമിട്ടുള്ള മറുപടികൾ അവർ പ്രതീക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്നൊരു സമ്മർദ്ദം ഉണ്ടായതായി എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം പ്രത്യേകിച്ച് കേരളത്തിലെ ഇൻകം ടാക്സ് ഓഫീസുകൾ പല ആൾക്കാരെയും അതിന് തലപ്പത്തുള്ളവരെ നമുക്ക് നേരിട്ട് അറിയാം. അവരൊന്നും അങ്ങനെ സമ്മർദ്ദത്തിന് ആളുകളെ വിധേയമാക്കുന്നവരല്ല. കാരണം അവർക്കൊരു കാര്യം അറിയാം, ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഇൻകം ടാക്സ് കിട്ടുന്നത് തന്നെ ഇങ്ങനെയുള്ള വലിയ ആളുകൾ നിൽക്കുന്നത് കൊണ്ടും വലിയ ബിസിനസ് മാഗ്നറ്റുകൾ ഇന്ത്യയിൽ ഉള്ളത് കൊണ്ടുമാണെന്ന് ശരിക്കും ബോധമുള്ളവരാണ് ഇൻകം ടാക്സിൻ്റെ തലപ്പത്തുള്ളവർ. ഞാൻ അവരെ ഒരുപാട് അനുകൂലിക്കാൻ ശ്രമിക്കുകയല്ല ഞാൻ. അതുകൊണ്ട് അവരിൽ നിന്നൊരു പ്രഷർ ഉണ്ടായിട്ട് ഇദ്ദേഹം സ്വയം വെടിവെച്ച് മരിക്കണം എന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതേസമയം അദ്ദേഹത്തിന് പിന്നെ വളരെ അഭിമാന ബോധമുള്ള ഒരാളായിരുന്നു അദ്ദേഹം. ചില സമയത്തൊക്കെ അദ്ദേഹത്തിന് ലേശം ദുരഭിമാനം ഉണ്ടോ എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് അതിനെന്തെങ്കിലും കളങ്കം ഉണ്ടാകുന്നു എന്ന് കണ്ടാൽ അദ്ദേഹം പെട്ടെന്ന് ക്ഷുഭിതനാകുകയും പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു മാനഹാനി ഉണ്ടാകുന്നു ഈ റെയ്ഡ് ആളുകൾ മീഡിയ വഴി പുറത്തേക്ക് അറിയുമ്പോൾ, അങ്ങനെ മാനനഷ്ടം ഉണ്ടാകുമെന്നുള്ള ഭയമോ അങ്ങനെ എന്തെങ്കിലും കാര്യമാണോ? കാരണം നമുക്കറിയാം ഈ മരണം തിരഞ്ഞെടുക്കുന്നതൊക്കെ ഒരു നിമിഷത്തെ ഒരു ദുർചിന്തയിൽ നിന്നായിരിക്കും. നമുക്ക് ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, നമ്മുടെ സർവ്വം തകർന്നു, മാനം മൊത്തം പോയി എന്നെങ്ങാനും ചിന്തിച്ച ഒരു നിമിഷമാണോ ഡോക്ടർ റോയ് CJ ഇതിന് തീരുമാനിച്ചു? എന്തായാലും അദ്ദേഹത്തിൻ്റെ തീരുമാനം അദ്ദേഹത്തിനെ അടുത്തറിയാവുന്ന അസംഖ്യം ആളുകളുണ്ട് കർണാടകത്തിലും. അദ്ദേഹം ഒരു മലയാളിയാണെങ്കിൽ അദ്ദേഹം ജനിച്ചു വളർന്നതൊക്കെ കർണാടകത്തിലാണ്. അപ്പോൾ ബംഗളൂരു നഗരത്തിൻ്റെ ജീവശ്വാസം പോലെ വളർന്നൊരു സ്ഥാപനമാണ് ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് വ്യവസായികളുമായിട്ടൊക്കെ അദ്ദേഹത്തിന് ആത്മബന്ധമുണ്ട്, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എന്നെപ്പോലെ ഇത് വളരെ അവിശ്വസനീയമായൊരു വാർത്തയാണ്. ഞാൻ തന്നെ കുറേ സമയമെടുത്തു ഇത് സംഭവിച്ചു കാണും. കാരണം ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഓൺലൈൻകാരൻ വെറുതെ നടത്തിയൊരു പ്രസ്താവനയായിരിക്കും ഈ ആത്മഹത്യയും മരണമെന്നായിരുന്നു. പിന്നീടാണ് അദ്ദേഹം സ്വയം വെടിവെച്ച് മരിച്ചതാണ് എന്നുള്ള വാർത്ത വരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഈ നിമിഷവും ഈ കോൺഫിഡൻറ്റ് റോയിയുടെ അദ്ദേഹമായിട്ടുള്ള കഴിഞ്ഞ നിമിഷങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല റോയ് CJ എന്ന് പറയുന്ന ബിസിനസ് മാഗ്നറ്റ് വെടിവെച്ച് മരിക്കും എന്ന്.